കരുണാകരനുമായി ഏറ്റവും വലിയ ആത്മബന്ധം പുലർത്തിയിരുന്ന ലീഡറുമായി ഏറ്റവും വലിയ ആത്മബന്ധം പുലർത്തിയിരുന്ന ആളാണ്. അന്നും ലീഡറെ പറ്റി നല്ലതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ LDF-ൽ നിൽക്കുമ്പോഴും ഇന്നും ലീഡറെ പറ്റി നല്ലതേ പറഞ്ഞുള്ളൂ. കാരണം എനിക്ക് ഒരാളെ പറ്റി അഭിപ്രായം രൂപീകരിക്കപ്പെട്ടാൽ എന്നും അത് തന്നെ ആയിരിക്കും, മാറ്റമൊന്നുമില്ല. എൻ്റെ മനസ്സിൽ ഞാൻ ആരാധിക്കുന്ന നേതാവാണ്. എന്നെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ വഴികാട്ടി അദ്ദേഹം. എൻ്റെ അച്ഛനെ നിർബന്ധിച്ചാണ് എന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് എന്നെ തെരഞ്ഞെടുപ്പിൽ ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത്. ലീഡറുടെ നിർബന്ധം കൊണ്ടാണ്. ആ മനുഷ്യരോട് ആ നന്ദി, നായ്ക്കുള്ള നന്ദിയെങ്കിലും നമ്മൾ കാണിക്കണം. കരുണാകരൻ്റെ വീട്ടിൽ അങ്ങേരുടെ മകൾ BJP ചേരുമോ, നക്സലി ചേരുമോ, എവിടെയാണോ പോട്ടെ, നമുക്കൊന്നുമില്ല. അവരെവിടെ പോയാലും നമുക്കൊരു കുന്തവുമില്ല LDF-ന്. പക്ഷെ ഞാൻ പറയുകയാണ്, ആരാണ് കോൺഗ്രസ്സുകാരെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറയാം. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം ആരാണ് കോൺഗ്രസ്സുകാർ. നന്ദി കെട്ടവരാണ്. വോട്ട് ചെയ്ത ജനങ്ങളോട് നന്ദി കെട്ടവരാണ്. വളർത്തിക്കൊണ്ടുവന്ന കയ്യിൽ പാമ്പിനെ പോലെ കടിക്കുന്നവരാണ്. കരുണാകരൻ്റെ വീട്ടിൽ വർഷങ്ങളായിട്ട് ഞാൻ പോയിട്ടുണ്ട്, രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത കാലത്തും. എന്നോടൊരു പുത്രതുല്യ വാത്സല്യം സ്നേഹം ഉണ്ടായിരുന്നു. എനിക്ക് അത്ര ബഹുമാനം ഉണ്ടായിരുന്നു. കാരണം കേരളത്തിലെ ഏറ്റവും മുതിർന്ന 9 അസംബ്ലിയിലെ MLA-മാരുമായി കേരളത്തിന്റെ നിയമസഭയിലെത്തി 50-ലധികം MLA-മാരുമായി കോൺഗ്രസിനെ വളർത്തിക്കൊണ്ടുവന്ന കരുണാകരനെയും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പത്നി എല്ലാവരോടും സ്നേഹം മാത്രം നൽകിയ 2 സ്ത്രീകളാണ് നമ്മൾ കണ്ടത്. ഞാൻ മുഖ്യമന്ത്രിമാരുടെ ഭാര്യമാരിൽ ഏറ്റവും ഒന്ന് കരുണാകരൻ സാറിന്റെ ഭാര്യ, തറവാടിത്തത്തോടെ സ്നേഹത്തോടെ പെരുമാറുന്ന അമ്മ. അത് കഴിഞ്ഞാൽ EK നായനാരുടെ ഭാര്യ, ഏറ്റവും അന്തസ്സായിരുന്ന ടീച്ചർ. തങ്കപ്പെട്ട സ്നേഹമാണ് പെരുമാറ്റം. അങ്ങനെയുള്ള നല്ല വ്യക്തികൾ അവരെ അധിക്ഷേപിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ആരാണ്? ഏതോ ഒരുത്തൻ പറയുന്നു കരുണാകരന്റെ മകളുടെ പിതൃത്വത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ പറയുന്നു പൊളിറ്റിക്കൽ പിതാവും ബയോളജിക്കൽ 2 തന്തയുണ്ടോ ഒരാൾക്കില്ലല്ലോ, ഒരച്ഛനല്ലേ ഉള്ളൂ. ഇവനൊക്കെ പൊളിറ്റിക്കൽ തന്തയും ബയോളജിക്കൽ തന്തയും ഉണ്ടോ? എനിക്ക് അറിഞ്ഞാത്തോണ്ട് ചോദിക്കുക. കരുണാകരൻ സാറിന്റെ മകളുടെ പിതൃത്വത്തെ പറ്റി ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഈ അമ്മയും ഈ മകളും വിളമ്പിക്കൊടുത്ത തിന്ന നേതാക്കന്മാരാണ്. ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ വലിയ നേതാക്കൾ ഇപ്പൊ കേരളത്തിൽ മത്സരിക്കാൻ വന്നിട്ടുണ്ട്. അയാളൊരു മറുപടി, രമേശ് ചെന്നിത്തല മാത്രമാണ് ശരിയായില്ല എന്ന് പറഞ്ഞാൽ, ബാക്കി നന്ദി കെട്ടവർ. നിങ്ങൾ കാണാം അവിടുത്തെ സീനം തന്നെയാണ്. അവിടെ ചെന്നിട്ട് ചേച്ചി, പത്മ ചേച്ചി ഒന്ന് ലീഡറെ കാണണം. ലീഡറെ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങിയാണ് പത്മ ചേച്ചിയുടെ കാലിൽ തൊട്ടു. ഞാനിത് കണ്ണുകൊണ്ട് കണ്ടവനാണ്. ചേച്ചി ഇത്ര മണിക്ക് ലീഡറെ കണ്ട് സീറ്റ് ചോദിച്ചാൽ കിട്ടുമെന്ന് ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒന്ന് കയറ്റി വിടണം. 6:30 മണിക്ക് ഉറങ്ങിക്കിടക്കുന്ന കരുണാകരൻ മുറിയിലേക്ക് ഒരു നേതാവിനെ കയറ്റി വിട്ടു. അച്ഛാ അതാ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് കിടക്കുന്ന ആളിന്റെ കാലിൽ തൊട്ട് എഴുതു. ആരെ? എന്നിട്ട് പാർലമെന്റ് സീറ്റ് വാങ്ങിച്ച ആളുകളുണ്ട്. ഇതൊക്കെ കണ്ടവനാണ് ഞാൻ. രാഷ്ട്രീയത്തിൽ ഒന്നും കണ്ടതല്ല, അവരുമായിട്ടുള്ളൊരു കുടുംബ ബന്ധത്തിൽ. ഞാനിപ്പോ അവർ BJP-യിലല്ല അവിടെ പോയി ചേർന്നാലും ഞാൻ ചേച്ചിയെന്നാ വിളിച്ചേ, ഇനിയും ചേച്ചിയെന്നേ വിളിക്കത്തുള്ളൂ, അത് വേറെ കാര്യം. പക്ഷെ പോന്നിവാസം പറയുന്നതിന് അത് കേട്ടിട്ട് മിണ്ടായിരിക്കുന്നവരാണല്ലോ. പറഞ്ഞവര് വിവരം കെട്ടവരാണ്, സംസ്കാരശൂന്യനാണ്. പക്ഷേ കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്നവർ. ആ വീട്ടിൽ കയറി നടന്ന കണ്ണൂരിൽ നിന്നാൽ തോറ്റുപോകും CPM-നോടെന്ന് പേടിച്ച് ആലപ്പുഴയിൽ കൊണ്ട് മത്സരിപ്പിച്ച് പാർലമെന്റിൽ അയച്ച, അസംബ്ലിയിൽ അയച്ച ലീഡറെ മറന്നവർ. അദ്ദേഹത്തിന്റെ മകളുടെ പിതൃത്വം ചില്ലറ തെമ്മാടിത്തനാണോ പറയുന്നത്? എടാ നീ പറഞ്ഞ് ശരിയല്ല എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറായി? രമേശ് ചെന്നിത്തല അല്ലാതെ ആരെങ്കിലും തയ്യാറായി? കരുണാകരന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് മുണ്ടിന്റെ ഇടയിൽ ഏത്തപ്പഴം തിരികൊണ്ട് ആളുകളകത്തേക്ക് പോകുമായിരുന്നു. ഇതൊക്കെ അറിയണം, കോൺഗ്രസ്സുകാരെ തനിയറ അറിയാൻ വേണ്ടി പറയുന്ന നന്ദികേട് കൊട്ടാരക്കരക്കാർക്ക് അറിയാം. പക്ഷെ വേറെ ആൾക്കാർ കൊട്ടാരക്കരയിലെ കാര്യത്തിലേക്ക് വരാം. ഏത്തപ്പഴം തിരികിയിട്ട് മാധ്യമങ്ങൾ മനസ്സിലാവും, അകത്തേക്ക് കയറിപ്പോവും. എന്നിട്ട് അകത്ത് പോയിട്ട് തിരിച്ച് പുറത്ത് ഓഫീസർമാരും, മുഖ്യമന്ത്രിയാ ഭയങ്കര പ്രൗഢിയാ, പോലീസും വളരെ നിൽക്കുകയാണ് ഇങ്ങനെ, ഉദ്യോഗസ്ഥന്മാരും ചീഫ് സെക്രട്ടറി ഇങ്ങനെ വിളി നിൽക്കുക. അപ്പൊ അകത്തുനിന്ന് ഈ ഏത്തപ്പഴം ആരും കാണാതെ പുറത്തെടുക്കും. എന്നിട്ട് തൊലിച്ചേച്ച് ഇതിങ്ങനെ തിന്നുകൊണ്ട് അകത്തുനിന്ന് ഇറങ്ങി. അതായത് അകത്ത് ചെന്ന് അടുക്കളയിൽ നിന്ന് ഫ്രൂട്ട്സും ഏത്തപ്പഴമൊക്കെ എടുത്തുള്ള സ്വാതന്ത്ര്യം ഇദ്ദേഹത്തിനുണ്ട് എന്ന് പുറത്തു നിൽക്കുന്ന ചീഫ് സെക്രട്ടറിയും DGP-യും അടക്കമുള്ളവർ ധരിക്കണം. എന്നിട്ട് അവരെ കണ്ട് കാര്യം ഈ പറട്ട പരിപാടിയൊക്കെ കാണിച്ച ആളുകൾ അവർ ഇത്തരം ഒരു തെമ്മാടിത്തരം പറഞ്ഞിട്ട് നീ പറഞ്ഞ ശരിയായില്ല, പാടില്ല, ആവർത്തിക്കാൻ പാടില്ല, ക്ഷമ ചോദിക്കണം. അന്തസ്സുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരൻ കരുണാകരന്റെ ആത്മാവിനോട് സ്നേഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി വോട്ട് ചെയ്യരുത്. കരുണാകരന്റെ ആനുകൂല്യങ്ങൾ പറ്റി, കരുണാകരന്റെ ഗ്രൂപ്പിൽ പ്രവർത്തിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗ്രൂപ്പുകളും A-യും I-യുമായിരുന്നു. ആ കരുണാകരനോടൊപ്പം പ്രവർത്തിച്ച് കരുണാകരന്റെ ആനുകൂല്യം പറ്റി കരുണാകരനെ ദൈവത്തെ പോലെ കണ്ട് അനധികൃതമായി കാര്യം സാധിച്ചവർ, അധികാരത്തിൽ ഉയർന്നു വന്നവർ, മന്ത്രിമാരായവർ, 26 വയസ്സിൽ മന്ത്രിയാക്കിയവർ, പന്തളം സുധാകരനടക്കം ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ആളുകളെ മന്ത്രിയാക്കിയും കൈപിടിച്ചു കൊണ്ടുവന്ന കരുണാകരനെ കോൺഗ്രസിന്റെ ഒരു പുതിയ തലമുറയിലെ ഒരാൾ വിവരക്കേട് കൊണ്ട് അധിക്ഷേപിച്ചെങ്കിൽ മാപ്പ് പറയണം. ഈ കരുണാകരൻ സാറിന്റെ വീട്ടിലെ ലീഡറെ അല്ല കാണുന്നത്, ലീഡറുടെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മ, അമ്മയെ രക്ഷിക്കണം, അവർക്ക് പാവം ഒന്നും പറയില്ല, ഈ കുട്ടിയെ ഒന്ന് സഹായിച്ചോളൂ കേട്ടോ എന്ന് പറയാം. അത്രയേ ഉള്ളൂ അവരെ
ചേച്ചി 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 എന്ന് പറഞ്ഞ് കയറി ഇറങ്ങി നടന്ന് സീറ്റുകൾ വാങ്ങിച്ചവരാണ് ഇവരിൽ പലരും. ഇത് കണ്ടവനാണ് ഞാൻ. ഇത് എന്റെ കണ്ണും കാതും കൊണ്ട് കണ്ട കാര്യം. ഗണേഷ് കുമാർ അറിഞ്ഞേച്ച് പറയുന്നതല്ല. ഈ ഏത്തപ്പഴത്തിന്റെ കഥയൊക്കെ 100% ശരിയാണ്. ആരാണെന്ന് പറഞ്ഞാൽ അവരും സ്ഥാനാർത്ഥികളാണ്, മോശമാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥികളെ പറ്റി പറയുന്നില്ല. പിന്നെ നന്ദിയെ പറ്റി പറഞ്ഞാൽ കൊട്ടാരക്കരക്കാർക്ക് അറിയാവുന്നത്രയും നന്ദിയെ പറ്റി പറയേണ്ട കാര്യമില്ല. എന്റെ പിതാവ് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എനിക്ക് വിരോധമൊന്നുമില്ല, വ്യക്തിപരമായി എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അദ്ദേഹത്തെ ഒരു സഹോദരനെ പോലെ കാണുന്നു, ബഹുമാനിക്കുന്നു. നമ്മുടെ MP എന്ന നിലയിൽ ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷെ ഒരു കാര്യം പറയണം, R ബാലകൃഷ്ണപിള്ള മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഇതിലുള്ളവർ ജീവിച്ചിരുന്നപ്പോൾ ചീത്ത പറയും. ഇപ്പം എന്നെ എന്ത് വേണം ചീത്ത വിളിച്ചോ, കുഴപ്പമില്ല. കാരണം ഞാൻ രാഷ്ട്രീയത്തിലുണ്ട്, എന്നെ ചീത്ത വിളിച്ചോ, എൻ്റെ എതിരാളി എന്നെ ചീത്ത വിളിക്കും, എന്നെ ഇഷ്ടത്തില്ലാത്തവർ എന്നെ ചീത്ത വിളിക്കും, എനിക്കതൊന്നും ഒരു പരാതിയില്ല. പക്ഷെ മരിച്ചുപോയവരെ, മരിച്ചുപോയവരെ പോലും വെറുതെ വിടാത്ത കോൺഗ്രസ്. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ മരിച്ചുവരെ പറ്റി ഒന്നും പറയുന്നില്ലല്ലോ, ഇടതുപക്ഷക്കാർ ഞങ്ങളാരും മരിച്ചുവരെ പറ്റി പറയുന്നില്ലല്ലോ. ലീഡറെ പറ്റി വളരെ നല്ല വാക്കുകളല്ലേ ഞാൻ പറഞ്ഞ നല്ല വാക്കുകൾ ശരിയല്ല എന്ന് രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ പന്തളം സുധാകരനോ ഇവിടെ പ്രധാന നേതാക്കന്മാരാണല്ലോ, നെഞ്ചിൽ കൈവച്ച് പറയാമോ ഗണേഷ് കുമാർ പറഞ്ഞ ഈ വാക്കുകൾ കള്ളമാണ് പറയാമോ? അതിൽ രമേശ് ചെന്നിത്തല മാത്രം പറഞ്ഞു തെറ്റാണ് പറഞ്ഞത്, ഒരാരും പറഞ്ഞില്ല. മാന്യന്മാരാ, വലിയ ആളുകളായി പോയി, ദൈവത്തിനേക്കാളും വലിയ ആളുകളായി പോയി പലരും. നെറുകെട്ട വർത്തമാനം പറഞ്ഞാൽ അരുത് എന്ന് പറയാൻ നമുക്ക് കഴിയണം. ഞാൻ ഈ യോഗത്തിൽ പറഞ്ഞല്ലോ, ഈ പാർട്ടി ഞാൻ പറയാം, ഈ ഇലക്ഷനിൽ ഈ പാർട്ടി എടുത്തിരിക്കുന്ന LDFന്റെ നിലപാടിൽ വ്യത്യസ്തമായി. അണുവിട നേതാക്കന്മാരോ പ്രവർത്തകരോ ധരിച്ചാൽ ആ ആൾ ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല.